നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസിൽ ഇപ്പോൾ പുതിയ ഒരു മുഖ്യമന്ത്രി പദം മോഹി കൂടി രംഗത്ത് വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പേരാണ് അടൂർ പ്രകാശ്. UDFിൻ്റെ കൺവീനറാണ്, മുൻ മന്ത്രിയാണ്, ഇപ്പോൾ ആറ്റിങ്ങൽ നിന്നുള്ള MLA ആണ്. അദ്ദേഹത്തിൻ്റെ തുറുപ്പുചീട്ട് അദ്ദേഹത്തിൻ്റെ സമുദായമാണ്. ആർ ശങ്കർക്ക് ശേഷം പിന്നീട് ഈഴവ സമുദായത്തിൽപ്പെട്ട ഒരു മുഖ്യമന്ത്രിയും കേരളത്തിൽ കോൺഗ്രസിന് ഉണ്ടായിട്ടില്ല എന്നാണ് അടൂർ പ്രകാശ് പറയുന്നത്. അതുകൊണ്ട് ഇത്തവണ തനിക്ക് മുഖ്യമന്ത്രി ആയാൽ എന്താണെന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. SNDP യോഗത്തിൻ്റെയും വെള്ളാപ്പള്ളി നടേശൻ്റെയും അകമഴിഞ്ഞ പിന്തുണയുള്ളയാളാണ് അടൂർ പ്രകാശ്. അദ്ദേഹം നിസ്സാരക്കാരനല്ല, വലിയൊരു മദ്യ വ്യവസായി കൂടിയാണ്. മാത്രമല്ല മറ്റൊരു മദ്യ വ്യവസായിയായ ബിജു രമേശിൻ്റെ അടുത്ത ബന്ധുവുമാണ്. അതുകൊണ്ട് തനിക്ക് അടുത്ത തവണ ഒന്ന് മുഖ്യമന്ത്രി ആയാൽ എന്താ എന്നുള്ള ചോദ്യം അദ്ദേഹം ന്യായമായും ഉയർത്തുന്നു. കേരളത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 4-5 നായർ നേതാക്കൾ തമ്മിലുള്ള കടിപിടിയാണ് അത്രയും നടക്കുന്നത്. അതുകൊണ്ട് ഈ സമയത്ത് വെള്ളം കലങ്ങിയിരിക്കുമ്പോൾ ഒന്ന് മീൻ പിടിച്ചാൽ എന്താ എന്നുള്ള മോഹമാണ് അടൂർ പ്രകാശിൽ സംജാതമായിരിക്കുന്നത്. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ വഴിയും യോഗം വഴിയും ചില നീക്കങ്ങളൊക്കെ, രാഷ്ട്രീയ നീക്കങ്ങളൊക്കെ അദ്ദേഹം നടത്തുന്നുണ്ട് താനും. ഇത് കോൺഗ്രസിലെ എല്ലാ നേതാക്കൾക്കും അറിയാം. തനിക്ക് മുഖ്യമന്ത്രിയാവാൻ യാതൊരു അയോഗ്യതയുമില്ലെന്നും മറ്റ് പലരെക്കാളും യോഗ്യത കൂടുതലാണെന്നുമാണ് അടൂർ പ്രകാശ് പറയുന്നത്. ഒരു വേള KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് അദ്ദേഹത്തിൻ്റെ പേര് ഉയർന്നു വന്നതാണ്. അപ്പോൾ മദ്യവ്യവസായിയെ KPCC അധ്യക്ഷനാക്കാൻ പറ്റില്ല എന്ന വാദമുയർത്തി VM സുധീരൻ അടൂർ പ്രകാശിനെ വെട്ടിവീഴ്ത്തി. അല്ലെങ്കിൽ അടൂർ പ്രകാശ് ഇപ്പോൾ സണ്ണി ജോസഫിൻ്റെ കസേരയിൽ ഇരിക്കേണ്ട ആളാണ്. അദ്ദേഹം ചില്ലറക്കാരനല്ലെന്ന് നേരത്തെ പറഞ്ഞു. KSUവിലും യൂത്ത് കോൺഗ്രസിലൊക്കെ പ്രവർത്തിച്ച് വലിയ തോതിലുള്ള അനുഭവ സമ്പത്തൊക്കെ ഉള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നെങ്കിലും അടൂർ പ്രകാശ് കോൺഗ്രസ്സുകാരനായിട്ടാണ് അറിയപ്പെട്ടത്. അല്ലെങ്കിൽ ആദ്യം മുതലേ, ചെറുപ്പം മുതലേ തന്നെ അദ്ദേഹം KSUവിലും യൂത്ത് കോൺഗ്രസിലുമൊക്കെ പ്രവർത്തിച്ച് വന്നയാളാണ്. മാത്രമല്ല റവന്യൂ മന്ത്രി എന്ന നിലയിലും മറ്റ് സിവിൽ സപ്ലൈസ് മന്ത്രി എന്ന നിലയിലൊക്കെ അത്യാവശ്യം നല്ല പേരെടുത്തൊരു മനുഷ്യൻ കൂടിയാണ് അദ്ദേഹം. നല്ലൊരു ഭരണാധികാരിയാണെന്നൊക്കെയുള്ള പേര് അദ്ദേഹത്തിൻ്റെ കാലത്ത്, അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തൊക്കെ ഉണ്ടായിരുന്നു. സോളാർ കേസിലൊക്കെ ആരോപണ വിധേയനായെങ്കിലും അതെല്ലാം വെറും പുകമറ മാത്രമായിരുന്നു, അസത്യമായിരുന്നു, വ്യാജ പ്രചരണമായിരുന്നു എന്ന് അദ്ദേഹത്തിന് സ്ഥാപിക്കാനും കഴിയും. എന്തായാലും കേരളത്തിലെ കോൺഗ്രസിന് ഒരു ഈഴവ മുഖ്യമന്ത്രി വേണമെന്നുള്ള ഊന്നലിലാണ് അടൂർ പ്രകാശ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെ ആ ഊന്നൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കേരളത്തിലെ കോൺഗ്രസിന് കാര്യങ്ങൾ അത്ര എളുപ്പമാകില്ല. കാരണം ഏറ്റവും പ്രബലമായ സമുദായമാണ് ഈഴവ സമുദായം. ആർ ശങ്കർക്ക് ശേഷം ഒരു ഈഴവ നേതാവും മുഖ്യമന്ത്രി കസേരയിലേക്ക് വന്നിട്ടില്ല കോൺഗ്രസിൽ. കഴിവുറ്റ പ്രഗത്ഭരായ പല നേതാക്കളും ആ സമുദായത്തിൽ നിന്നുണ്ടായിരുന്നു. വയലാർ രവി ആകട്ടെ, വക്കം പുരുഷോത്തമനാകട്ടെ, CV പത്മരാജനാകട്ടെ, VM സുധീരനാകട്ടെ, ഇവരെല്ലാം ആ സമുദായത്തിൽ നിന്നുള്ളവരാണ്. അതിപ്രഗത്ഭരുമായ നേതാക്കളായിരുന്നു. പക്ഷെ ഇവർക്കാർക്കും മുഖ്യമന്ത്രി കസേരയിലേക്ക് എത്താൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഈ വെള്ളം കലങ്ങിയിരിക്കുമ്പോൾ കോൺഗ്രസിൽ 4-5 നായർ സമുദായ നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി കടിപിടി കൂടുമ്പോൾ തൻ്റെ ലോട്ടറി അപ്പോൾ എപ്പോഴെങ്കിലും അടിക്കുമോ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്, അല്ലെങ്കിൽ ഒരു തോന്നലിലാണ് അടൂർ പ്രകാശ്. ഈ കലക്കത്തിനിടയിൽ, ഈ കലങ്ങി മറികൾക്കിടയിൽ തൻ്റെ ഭാഗ്യരേഖ തെളിയുമോ, തൻ്റെ ഭാഗ്യനക്ഷത്രം ഉദിക്കുമോ എന്നുള്ള ഒരു ചിന്തയിലാണ് അടൂർ പ്രകാശ്. ഇത്തരത്തിലുള്ള ചില നീക്കങ്ങൾ അദ്ദേഹം നടത്തുന്നുമുണ്ട്. പക്ഷേ കോൺഗ്രസിൽ നിന്നൊന്നും കാര്യമായ പിന്തുണ കിട്ടിയിട്ടില്ല. അദ്ദേഹം ഇപ്പോൾ UDF കൺവീനറാണ്. UDF കൺവീനർ എന്ന് പറയുന്നത് വലിയ മികച്ചൊരു പോസ്റ്റാണ്. കാരണം UDF കൺവീനർ ആയിരിക്കുമ്പോഴാണ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായത്. 2004 AK ആന്റണി രാജിവെച്ചപ്പോൾ അന്ന് UDF കൺവീനർ ആയിരുന്ന ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രിയായത്. അപ്പോൾ അതൊക്കെ അദ്ദേഹത്തിന് അവകാശപ്പെടാം. പക്ഷേ എത്ര കണ്ട് പാർട്ടിയിൽ നിന്നും അടൂർ പ്രകാശിന് പിന്തുണ കിട്ടും? അദ്ദേഹം മദ്യവ്യവസായിയാണെന്നുള്ള ആരോപണം ഇങ്ങനെ അന്തരീക്ഷം നിൽക്കുന്നു. കോൺഗ്രസിൽ തന്നെ മദ്യവ്യവസായിയെ മുഖ്യമന്ത്രിയാക്കണോ എന്നൊക്കെയുള്ള ചോദ്യം ഉയർന്നു വരുമ്പോൾ അത് അതിനേക്കാൾ വലിയ തലവേദനയാകും. ഇതെല്ലാം ഉണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം തന്നെ മോഹം ഉപേക്ഷിച്ചിട്ടില്ല. അടൂർ പ്രകാശിൻ്റെ ആശ മേൽക്ക് മേൽ കരയേറുകയാണ്. ആശ കൈവിടാതെ അടൂർ പ്രകാശ് മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി പൊരുതിക്കൊണ്ടിരിക്കുകയാണ്.